ഇന്ന് നമുക്കൊരു വിചിത്രമായ കഥയിലേക്ക് പോയാലോ? നമ്മൾ ജീവിക്കുന്നത് തിരക്കു പിടിച്ച ഒരു ലോകത്താണ്. യന്ത്രങ്ങളെപ്പോലെ പണിയെടുത്ത് പണത്തിന് പിന്നാലെ ഓടുമ്പോൾ നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം നശിച്ചു പോവുകയാണ്. ഇന്ന് ലോകത്ത് ഒരിടത്തും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ആകാശത്തിന് മുകളിൽ നക്ഷത്രങ്ങളെ വിളയിക്കുന്ന ഒരു കൃഷിക്കാരന്റെ കഥ ഞാൻ പറഞ്ഞു തരാം. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. തീർച്ചയാണ്. ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള അദർ എന്ന ഒരു നിഗൂഢ ലോകം. അവിടെ ഇദ്രീസ് എന്നൊരു വൃദ്ധൻ താമസിച്ചിരുന്നു. അദ്ദേഹം കൃഷിക്കാരനാണ്. പക്ഷേ അദ്ദേഹം നട്ടുവളർത്തുന്നത് വിത്തുകളെയല്ല, മറിച്ച് മനുഷ്യരുടെ നല്ല ചിന്തകളെയാണ്. ആ ചിന്തകൾ നക്ഷത്രങ്ങളായി വിരിയിക്കുന്നു. താഴെ ഭൂമിയിൽ അയൺ സിറ്റി എന്നൊരു നഗരമുണ്ട്. അവിടെയുള്ളവർക്ക് വികാരങ്ങളില്ല. അവർ വെറും യന്ത്രങ്ങളെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവർ യന്ത്രങ്ങളെപ്പോലെ ഓണാക്കുമ്പോൾ പ്രവർത്തിക്കുകയും ഓഫാക്കുമ്പോൾ നിൽക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ആന്തരികമായി പ്രവർത്തിച്ചു ജീവിച്ചു മരിക്കുന്നു. അവിടെ വെളിച്ചമില്ല. അയൺ സിറ്റിയിലെ ഒരു കൊച്ചു പെൺകുട്ടി ഒരു ദിവസം ആകാശത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി ഒരു ചെറിയ പ്രകാശമായി ഇദ്രീസിന്റെ തോട്ടത്തിലെത്തി. അദ്ദേഹം അത് നട്ടുവളർത്തി ഒരു വലിയ നക്ഷത്രമാക്കി മാറ്റി. ആ നക്ഷത്രം അയൺ സിറ്റിക്ക് മുകളിൽ ഉദിച്ചിരുന്നപ്പോൾ ഹൃദയങ്ങൾ ഉരുകാൻ തുടങ്ങി. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുവാനും സംസാരിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും വികാരങ്ങളും സ്നേഹങ്ങളും കൈമാറാനും തുടങ്ങി. നക്ഷത്രങ്ങൾ ആകാശത്തല്ല, നമ്മുടെ മനസ്സിലാണ് വിരിയിക്കേണ്ടതെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇദ്രീസ് തന്റെ തോട്ടത്തിൽ നിന്ന് ഇന്നും നമുക്കായി പുതിയ നക്ഷത്രങ്ങൾ ഒരുക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ തോട്ടം നമ്മുടെ മനസ്സാണ്. ഒരു ചെറിയ പുഞ്ചിരിയോ ഒരു കാരുണ്യമോ പോലും വലിയൊരു വെളിച്ചമായി മാറാം. പണത്തിന് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പണത്തിൽ നിന്ന് പിന്നാലെ ഓടുന്നതിനിടയിൽ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം മരവിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്നേഹിക്കാനും ബഹുമാനിക്കാനും നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കുക. എത്ര വലിയ ഇരുട്ടിലും ഒരു ചെറിയ നക്ഷത്രത്തിന് വെളിച്ചം നൽകാൻ കഴിയും. നിങ്ങളുടെ ഒരു നല്ല പ്രവൃത്തി മതി ഇന്ന് ലോകത്തെ മാറ്റാൻ. ഇനി നിങ്ങൾ ആർക്കെങ്കിലും ഒരു നക്ഷത്രമാകാൻ തയ്യാറാണോ? നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്കും വേണ്ടി നിർമ്മിച്ച ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്കൊരു മോട്ടിവേഷനാണ് ലഭിക്കുന്നത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. യന്ത്രമായി മാറുന്ന മനുഷ്യർക്കായി ഒരു വിസ്മയ കഥ. ആകാശത്തെ നക്ഷത്രത്തിന്റെ കൃഷിക്കാരൻ ഇദ്രീസിന്റെ രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റും. സ്നേഹിക്കാനുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനേയും കീഴ്പ്പെടുത്താൻ സാധ്യമാകും. ഇനി നിങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യം എന്താണ്? അത് എത്ര ചെറുതായാലും താഴെ കമന്റ് ചെയ്യൂ. മറ്റുള്ളവർക്കൊരു പ്രചോദനമാകും. ലോകത്ത് ഒരു ചെറിയ കാര്യവും എത്ര വലിയ കാര്യമാകാനും വലിയ താമസമുണ്ടാകില്ല. നന്ദി, നമസ്കാരം.